വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആവേശം ഇരട്ടിയാക്കാൻ ദേശീയ നേതാക്കളുടെ വൻ പടയെത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രിയും രാഹുൽ ഗാന്ധി നാളെയും സംസ്ഥാനത്തെത്തും. ദേശീയ നേതാക്കൾ കൂടി കളത്തിലിറങ്ങുന്നതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്തെ പ്രചാരണം പൊടിപാറും. സംസ്ഥാന നേതാക്കൾ ഉഴുതുമറിച്ചിട്ട പ്രചരണരംഗം വെള്ളവും വളവും നൽകി പുഷ്ടിപ്പെടുത്താനാണ് ദേശീയ നേതാക്കൾ കൂടി ലാൻഡ് ചെയ്യുന്നത്. ഇതിനോടകം പരസ്പര വാക്പോരുകൊണ്ട് പ്രക്ഷുബ്ധമായ തെരഞ്ഞെടുപ്പ് പ്രചരണം ദേശീയ നേതാക്കൾ കൂടി കളം നിറയുന്നതോടെ ഹൈ വോൾട്ടേജിലേക്ക് കുതിക്കും. പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും നാളെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പ്രചരണ വേദികളിലെത്തും. രണ്ടുപേരും ഒരേ ദിവസം സംസ്ഥാനത്തെത്തുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും മൂർച്ചയേറും. നാളെ തൃശൂരിലും തിരുവനന്തപുരത്തുമാണ് മോദിയുടെ പരിപാടികൾ. കോഴിക്കോടാണ് രാഹുൽ ഗാന്ധി. ഇരുവർക്കും പിന്നാലെ മറ്റു നേതാക്കളും വരിവരിയായി സംസ്ഥാനത്തെത്തും. അമിത്ഷായും യോഗി ആദിത്യനാഥും JP നദ്ദയും കേന്ദ്രമന്ത്രിമാരുമൊക്കെയാണ് പ്രധാനമന്ത്രിക്ക് പുറമെയുള്ള BJPയുടെ തുറുപ്പുചീട്ടുകൾ. പ്രിയങ്കയും സോണിയയും DK ശിവകുമാറും രേവന്ത് റെഡ്ഡിയും മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുലിന് പുറമെ UDF വേദികളിൽ പ്രത്യക്ഷപ്പെടും. യെച്ചൂരിയും കാരാട്ടുമൊക്കെയുണ്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇടതു ക്യാമ്പിലെ അസ്ത്രായുധം. ദേശീയ നേതാക്കളുടെ പൊതുപരിപാടികൾക്ക് പുറമെ റോഡ് ഷോയും സംഘടിപ്പിച്ചാണ് മുന്നണികൾ ആവേശം തീർക്കുന്നത്. ദേശീയ നേതാക്കളുടെ വരവ് പ്രചരണ വിഷയങ്ങൾ മാറ്റിയെഴുതുമോ എന്നത് കാത്തിരുന്നു കാണേണ്ട സസ്പെൻസ്. ചുട്ടുപൊള്ളുന്ന ചൂടിൽ പൊതുവെ തണുപ്പൻ മട്ടായിരുന്നു പലയിടത്തും ഇതുവരെയുള്ള പ്രചരണം. എന്നാൽ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ദേശീയ നേതാക്കൾ കൂടി കളം നിറയുന്നതോടെ പ്രചരണം ഹൈ വോൾട്ടേജിൽ പൊടിപാറുമെന്നുറപ്പ്. ആത്മവിശ്വാസത്തോടെ അവകാശവാദങ്ങൾ ആവർത്തിക്കുമ്പോഴും അവസാന ലാപ്പിലെ അടിയൊഴുക്കുകളിൽ ആരൊക്കെ ആടിയൊഴിയുമെന്നത് പ്രവചനാതീതം. ആ അടിയൊഴുക്കുകൾ അനുകൂലമാക്കാൻ അടവ് 18 പയറ്റുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.